ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരീഷ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മോൻ റൂബൻ്റെ പാസ്പോർട്ട് എമർജൻസി ആയിട്ട് കിട്ടിയ ഒരു സാക്ഷ്യമാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ ടിക്കറ്റ് 6 മാസം മുന്നേ എടുത്തിരുന്നെങ്കിലും അവൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അത്ര നോട്ട് ചെയ്തിരുന്നില്ല. ഞാൻ വിസ അപ്ലൈ ചെയ്ത സമയത്താണ് കുഞ്ഞിൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആകാൻ 6 മാസം വാലിഡിറ്റി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ റൂൾ അനുസരിച്ച് ബിലോ 6 മന്ത്സ് ആണ് എക്സ്പയറി ഡേറ്റെങ്കിൽ അവർ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റെങ്കിൽ അവർ വിസ ഗ്രാൻറ്റ് ചെയ്യത്തില്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ വരുന്നതിന് 3-4 ദിവസം മുന്നേ മാത്രമാണ്. കാരണം അത് എപ്പോഴും 24 മണിക്കൂറിനുള്ളിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലാം വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റേത് ഇങ്ങനെ പെട്ടെന്ന് പാസ്പോർട്ട് എക്സ്പയർ ആണെന്നും നമുക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇല്ലയെന്ന് മനസ്സിലായത്. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, വെള്ളിയാഴ്ച സമയമുണ്ടല്ലോ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി പുതിയൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളിയാഴ്ച അപ്ലൈ ചെയ്താലും എമർജൻസി കാറ്റഗറിയിൽ അവർക്ക് മൺഡേ അത് ഗ്രാൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി വൈകിപ്പോയി. ഈവനിങ് ടുവേർഡ്സ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവരെൻ്റെ ആപ്ലിക്കേഷൻ എടുത്തില്ല. എന്നോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. പിന്നെ എനിക്ക് വേറൊരു വഴിയുമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈയിങ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി മൺഡേ രാവിലെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ വീണ്ടും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ മാതാവിനോട് എനിക്ക് ഒരടയാളം തന്ന് എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 1 ആണെങ്കിലും എനിക്ക് കിട്ടിയ കൗണ്ടർ 7 ആയിരുന്നു. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്കൊരു ലേഡി ഓഫീസറെ ബ്ലൂ ജാക്കറ്റ് ഇട്ട, നമ്മുടെ കാശുരൂപത്തിൻ്റെ സെയിം കളറിൽ ഉള്ള ജാക്കറ്റ് ഇട്ട ഒരാളായിരുന്നു എൻ്റെ ഓഫീസർ. യൂഷ്വലി കാനഡയിൽ അത്രയും ബ്രൈറ്റ് കളേഴ്സ് ഇട്ട ആൾക്കാരെ നമ്മൾ കാണാറില്ല. സട്ടിലായിട്ടുള്ള കളേഴ്സും അങ്ങനെയുള്ള വേഷങ്ങളാണ് അവർ ധരിക്കുക. പക്ഷേ ഇത് നല്ല ബ്രൈറ്റായിട്ട് എക്സാക്ട്ലി നമ്മുടെ കാശുരൂപത്തിൻ്റെ സെയിം കളറുള്ള ഭയങ്കര ശാന്തമായ ഒരു ഫേസുള്ള ഒരു ലേഡിയായിരുന്നു. അവരെന്നെ നന്നായിട്ട് സഹായിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായി എന്നെ ചോദിച്ചറിഞ്ഞ് എല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് ഇന്ന് തന്നെ തരാം, ഞാൻ മാക്സിമം ശ്രമിക്കാം, ഉച്ചയ്ക്ക് ഒരു 2 മണിക്കേലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് നീ നടത്തി തരുന്ന കാര്യങ്ങളാണല്ലോ, എനിക്ക് 2:30 പാസ്പോർട്ട് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിന് മുന്നെയോ അതിന് ശേഷമോ ആയിരിക്കും തരാൻ പോകുന്നത്. പക്ഷേ എനിക്ക് 2:30 വേണമെന്ന് ഞാൻ അങ്ങനെ സമയം ചോദിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയോ കുറച്ച് കൺഫർമേഷൻ അവർക്ക് വേണ്ടത് കൊണ്ട് അവർ 1-2 പ്രാവശ്യം എന്നെ വിളിക്കുകയും പിന്നെ ടിക്കറ്റിൻ്റെ റിയൽ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്തതിൽ എന്തോ അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ട് അവരെന്നോട് നേരിട്ട് വരാൻ ആവശ്യപ്പെട്ടു. ആക്ച്വലി ഞാൻ ഓതറൈസേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ടാണ് പോന്നിരുന്നത്, ഹസ്ബൻഡിൻ്റെ കയ്യിൽ പാസ്പോർട്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട്. പക്ഷേ അവരെന്നെ തിരിച്ചു വിളിച്ച് കാനഡ ടൈമിൽ 2:30 സമയം എനിക്ക് ഇവൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയ സെക്കൻഡിൽ തന്നെ ഞാൻ വിസയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ, അതായത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യേണ്ട സെയിം ഡേ രാവിലെ 5:30 കുഞ്ഞിൻ്റെ വിസ വരുന്നത്. അപ്പോൾ നമുക്കൊരു തടസ്സവും ഇല്ലാണ്ട് നമ്മുടെ യാത്ര എല്ലാം ക്രമീകരിച്ച് ഇവിടം വരെ എത്തി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ജോലി കിട്ടിയ സാക്ഷ്യമാണ്. ഞങ്ങൾ കാനഡയിലാണെങ്കിലും അവിടെ ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ RNൻ്റെ എക്സാം എഴുതിയത് ഒരു 3 years കഴിഞ്ഞതേ ഉള്ളൂ. അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. എക്സാം പാസ്സായി, ലൈസൻസ് ഉണ്ട്, പക്ഷേ ജോലി ശരിയാവുന്നില്ല. അപ്പം എൻ്റെ എക്സാം പാസ്സായതിന് ശേഷം എൻ്റെ ലൈസൻസ് കിട്ടി 1 മാസത്തിനുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയുണ്ടായി. അത് ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ജോലിയായിരുന്നു. അപ്പം എനിക്ക് 10 yearsോളം ഗ്യാപ്പുണ്ട് നഴ്സിംഗ് ഫീൽഡിൽ. കാരണം അവർ RNൻ്റെ ജോലി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഞാൻ LPN ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും അവർ നോക്കാറില്ല. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായി. വീഡിയോ കോൾ കട്ടായിപ്പോയി. അവരെൻ്റെ മൊബൈലിലോട്ട് സാധാ ഒരു മൊബൈൽ കോൾ വിളിച്ചിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. അതിനുശേഷം കുറച്ചുകൂടെ പേപ്പർ വർക്കൊക്കെ നടന്നു, മെഡിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു.
പോലീസ് ക്ലിയറൻസ് വരെ കഴിഞ്ഞു. ഓഫർ ലെറ്റർ കിട്ടിയാൽ മതി എന്നുള്ള സ്റ്റേജ് എത്തിയപ്പം ഇത് ബ്ലോക്കായിപ്പോയി. എന്താ കാരണം എന്നറിയില്ല. ഒരു 6-7 മാസത്തോളം അവരുടെ അടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. പിന്നെ ഞാൻ വേറെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ ഞാൻ LPNൻ്റെ ജോലിക്ക് തന്നെ വീണ്ടും പോയി തുടങ്ങി. അവിടെ ഒരു 7 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ പെട്ടെന്ന് വിളിക്കുകയാണ്. ഒരു ഒക്ടോബർ മാസമാണ്, 27-ാം തീയതി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നതല്ലേ, നിനക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ, നീ ഇവിടെ ജോയിൻ ചെയ്തോ. അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ്സ് മാത്രം ഡ്രൈവുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു നല്ല ജോലി തരികയാണ് അമ്മ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത്ര നാളും തടസ്സപ്പെട്ട് കിടന്ന ജോലിയല്ലേ, അപ്പോൾ എനിക്കൊരു അടയാളം വീണ്ടും തരണം. ഇത് നീ ആഗ്രഹിച്ചിട്ട് ഞാൻ പോകുന്നതാണോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അപ്പോഴെനിക്കറിയാം ഡിസംബറിൽ ഇവിടെ നൊവേന നടക്കുന്ന സമയമാണ് 1 തൊട്ട് 7 വരെ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ ജോയിനിങ് ഡേറ്റ് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഡിസംബർ 5 എൻ്റെ ജോയിനിങ് ഡേറ്റ്. അന്ന് തൊട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഒരു കുഴപ്പവും ഇല്ലാണ്ട് എൻ്റെ ജോലി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാതാവ് ഇടപെട്ട് ഭംഗിയായിട്ട് പരിഹരിച്ച് തന്ന് എന്നെ മുന്നോട്ട് നടത്തുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു PF ഫണ്ടിനെ കുറിച്ചാണ്. ആൾ ആദ്യം ക്രൂയിസ് ലൈനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റലിയിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആൾ ജോലി ചെയ്തതിൻ്റെ ഒരു PFൻ്റെ ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കാനഡയിലായതുകൊണ്ട് നമുക്കിതിൻ്റെ പുറകെ ഒത്തിരി അന്വേഷിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും എപ്പോഴൊക്കെ അപ്ലൈ ചെയ്തോ അന്നൊക്കെ അത് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തന്നെ ഉപേക്ഷിച്ചു. കാരണം കുറേ വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കുന്നു, ഒന്നും ഒരു അപ്ഡേഷനും വരുന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ വെറുതെ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു ചെയ്തത്. അപ്പം അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസം കൊണ്ട് ആ ആപ്ലിക്കേഷൻ പ്രോസസ്സായി. ഞങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ ഫണ്ടും അവർ റിലീസ് ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഹസ്ബൻഡ് തൈറോയിഡിനും കഴിഞ്ഞ 6 വർഷമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളായിരുന്നു. ഞാനപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ച് കഴിയുമ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് തൈലം കൊണ്ട്, ഉടമ്പടി തൈലം കൊണ്ട്. അപ്പോൾ ഞാൻ ആളുടെ തൊണ്ടയിലും കുരിശ് വരയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടിപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് വാല്യൂസ് എല്ലാം നോർമലാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പം മരുന്ന് വിത്ഡ്രോ ചെയ്താൽ പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾ മെഡിസിൻ എടുക്കുന്നില്ല. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. ഓൺലൈനിൽ എനിക്ക് ഞായറാഴ്ച മാത്രമേ എനിക്ക് അവധിയുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ വിശുദ്ധ കുർബാന കാണാറുണ്ട്. ഇനി ഇൻ കേസ് ഓഫുള്ള ഇടദിവസങ്ങളിൽ ഓഫ് കിട്ടുകയാണെങ്കിൽ അന്നേരം ഞങ്ങൾ കുടുംബസമേതം ഇടദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കാണാറുണ്ട്. എല്ലാ മാസത്തിലും 1 പ്രാവശ്യം കുമ്പസാരിക്കാറുണ്ട്. പറ്റുവാണെങ്കിൽ അതിനിടയ്ക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ 2 ആഴ്ച കുടുംബത്തിന് ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ദിവസേനയുള്ള കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. യൂട്യൂബിലുള്ള ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം തന്നെ എപ്പോഴും തന്നെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾക്ക് അവിടെ കൃപാസനം ജപമാല ഗ്രൂപ്പിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ. അവരുടെ നേതൃത്വത്തിൽ അഖണ്ഡ ജപമാല റാലി എല്ലാ മാസമുള്ള അഖണ്ഡ ജപമാല ഞങ്ങളുടെ ഇടവകയിൽ നടത്താറുണ്ട്. അതിലെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെ വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ചാരിറ്റി ചെയ്യാറുണ്ട്. നമ്മൾ വേറെ ആൾക്കാരുടെയൊക്കെ ഓൾഡ് ക്ലോത്ത്സൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ പുതിയത് വാങ്ങിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നല്ല ഉപയോഗിക്കാൻ നല്ലതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ ആവശ്യമുള്ളക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ആക്റ്റീവായിട്ട് തന്നെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിലും ചികിത്സാ സഹായം, പഠന സഹായം, അങ്ങനെ സഹായം ചോദിച്ചു വരുന്ന എല്ലാവരെയും തന്നെ സഹായിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കൃപാസനം പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും. മലയാളം എനിക്ക് ചെറിയൊരു സ്മോൾ ഹൗസ് ബിസിനസ് ഉണ്ട്, ഹോം ബിസിനസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ വരുന്ന എല്ലാവർക്കും അത് കൊടുക്കും. പക്ഷേ അച്ഛൻ പറയാറുണ്ട് വീട്ടിൽ വരുന്നവർക്കല്ല കൊടുക്കണ്ടേ, പുറത്ത് വരുന്നവർക്ക് കൊടുക്കണം. പക്ഷേ വീട്ടിലാരെങ്കിലും വന്ന പത്രം കൊടുക്കാതെ വിടാനും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ കൊടുക്കും. പിന്നെ മലയാളികളാണെങ്കിലും നമ്മൾ ആരെങ്കിലും വീട്ടുകളിൽ പോവുകയൊക്കെ ഉള്ളെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ പുറത്തൂടെ കടകളിലൂടെയും പള്ളികളിലൊക്കെ പോകുമ്പോഴും ഇംഗ്ലീഷ് പള്ളികളുടെയൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ അതിലെ പാസ് ചെയ്യുന്നവർ, പള്ളിയിൽ വരുന്നവർ മാത്രമല്ല റോഡിൽ പോകുന്നവർക്കും ഒക്കെ പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കാറുണ്ട് കൃപാസനം പത്രം. പിന്നെ ചില സമയത്ത് പള്ളിയിലിരുന്ന് എനിക്ക് ഇങ്ങനെ ഓരോ കെട്ട് പത്രങ്ങൾ കിട്ടാറുണ്ട്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്.
ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 71 സങ്കീർത്തനം 16 തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. മരീഷയും കുടുംബവും കാനഡയിൽ നിന്നാണ് ഇവിടെ വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം കുടുംബത്തോടൊപ്പം ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് നന്ദി പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ്. വളരെ സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളിലെല്ലാം അവർ പരിശുദ്ധ അമ്മയോട് എപ്പോഴെല്ലാം മാധ്യസ്ഥം അപേക്ഷിച്ചോ ഉടൻ പരിഹാരമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് മരീഷ ഇവിടെ ഏറ്റുപറയുന്നു. വളരെ പ്രത്യേകമായി റീസെൻ്റായിട്ടുള്ള വലിയൊരു അത്ഭുതമാണ് അവരുടെ കുഞ്ഞിന് വിസ എക്സ്പയറി അവസാനിക്കുന്ന ഒരവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് വിസ റിന്യൂവലായി കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടിയുടെ ഒരു ഉറപ്പായിരുന്നു മരീഷയ്ക്കുണ്ടായിരുന്നത്. വളരെ അടയാളങ്ങളോടുകൂടി തന്നെ പരിശുദ്ധ അമ്മ ആ വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുള്ള വിസ അപ്രൂവൽ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അവരുടെ ടിക്കറ്റിൻ്റെ ആ ദിവസം തന്നെയാണ് അവർക്ക് വിസ അപ്രൂവലായി അവരുടെ കയ്യിൽ കിട്ടിയത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ച് അവർ ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അതുപോലെ തന്നെ ഒരു RN നേഴ്സായിരുന്ന കാനഡയിലായിരുന്നു 10 വർഷക്കാലം അവിടെ ജോലി ചെയ്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള സാധ്യത മകൾക്കില്ലായിരുന്നു. പക്ഷേ ഉടമ്പടിയെടുത്ത് വളരെ ചുരുക്ക സമയത്തിലാണ് മകൾക്ക് ഒരു പെർമനൻ്റായി അവിടെ ജോലി കിട്ടുകയും വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് മാത്രം ദൂരം യാത്ര ചെയ്താൽ പോകാവുന്നൊരു ഹോസ്പിറ്റലിൽ അവരുടെ ജീവിതത്തെ ജോലി ചെയ്ത് യഥാസ്ഥാനപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോ വലിയ അനുഗ്രഹം നൽകി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ഇറ്റലിയിൽ ഒരു ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 12 വർഷക്കാലത്തോളം ഉണ്ടായിരുന്ന ഒരു PF അവർക്ക് കിട്ടാതെ പോയി. പക്ഷെ ഉടമ്പടിയിൽ വന്നപ്പോൾ ഇവർക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ഈ ഒരു PF ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു വലിയ ഉറപ്പിൽ അവരത് അപ്ലൈ ചെയ്യുകയും വർഷങ്ങളായി കിട്ടാതിരുന്ന ആ PF അവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു എന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ തൈറോയിഡ് കംപ്ലീറ്റ് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി പരിപൂർണ സൗഖ്യം ലഭിച്ചതിനും നന്ദി പറയുന്നു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനന്ദിയായി എല്ലാ മാസവും അവരുടെ കൂട്ടായ്മയിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്. കൃപാസനം കൂട്ടായ്മയിൽ എപ്പോഴും എല്ലാ മാസവും കൃത്യമായി അവർ ഉടമ്പടി ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അവരെല്ലാ ഞായറാഴ്ചയിലും അതുപോലെ തന്നെ സാധിക്കാവുന്ന സമയങ്ങളിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും കുർബാന കാണാൻ പോകരുത് എന്നുള്ള ഒരു ചെറിയ തിരുത്തൽ മാത്രമാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ പറയാനുള്ളൂ. കാരണം നമ്മളൊരിക്കലും കുർബാന സിനിമ കാണുന്നത് പോലെയല്ല. അത് നമ്മുടെ പറഞ്ഞു പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളൊരിക്കലും കുർബാന കാണുകയല്ല. ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റൈലാണ് വി അറ്റൻഡ് ദ മാസ്. അറ്റൻഡിങ് മാസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാസ്. നമ്മളെപ്പോഴും പങ്കെടുക്കുകയാണ് വേണ്ടത്. ഈശോയുടെ കുർബാനയിൽ നമ്മൾ ഈശോയുടെ ആ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദിവ്യാനുഭവമാണ്. അതൊരിക്കലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് പോലെയല്ല. നമ്മളെപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നിന്നായിരിക്കണം നമ്മളെപ്പോഴും ദിവ്യബലിയിൽ പങ്കെടുക്കേണ്ടത്. മരീഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വിസ പ്രോസസ്സിങ്ങിൽ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ജോലി പ്രശ്നങ്ങളുള്ളവരെ, കുടുംബമായി പ്രവാസികളായി കഴിയുന്നവരെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.